ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000156 800120. ആഹാ, ആരും ഉറക്കം എണീറ്റില്ലെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അളിയൻ താമസിക്കുന്ന വീടായത്. ഇവൻ്റെ പെങ്ങളെ ഒരേ ഒരാൾ അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങളെ ഇതുവരെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരൊറ്റ വക സ്വർണമോ പണമോ ഒന്നും സ്വന്തം തന്നിട്ടില്ല. ഈ കൊച്ചു വീട്ടിൽ തൊട്ടടുത്ത് ഞങ്ങളൊന്ന് താമസിക്കുക. ഇന്നത്തോടുകൂടി ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കും. അഥവാ അതിന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ പെട്രോൾ എൻ്റെ തലയെ കൂടെ ഒഴിച്ച് ഞാൻ ചാവുമെന്ന് ആത്മഹത്യാ ഭീഷണി നടത്തും. അയ്യോ, ഇതൊഴിച്ച് നിൽക്കുമ്പോൾ ഇവ എങ്ങനെ തീപ്പെട്ടി ഉരച്ചിടോ? ബുദ്ധിയില്ലാത്തവനാ, ചിലപ്പോൾ അത് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ദേ ഈ വെള്ളത്തിൽ ചാടും, കിണറ്റില്. ഇതിൽ ചാടി ഞാൻ അങ്ങ് രക്ഷപ്പെടും. അയ്യോ അയ്യോ, എന്റെ പ്ലാൻ മൊത്തം വെള്ളത്തിൽ വീണ്. ഈശ്വരാ, ദൈവമേ, അയ്യോ അയ്യോ അയ്യോ, എന്തോ ഒരു ബഹളം. അയ്യോ 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 അയ്യോ. എന്താ? ഞാൻ ഈ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യായിരുന്നു. പാട്ട് പഠിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ചില സമയത്ത് നമ്മൾ പാട്ട് പാടി പോവോടി. കൂടെ കിണറ്റിലോട്ട് എത്തി നോക്കുന്നുണ്ടോ? കിണറ്റിൽ വെള്ളം കുറവല്ലേ? എന്റെ പൊന്നു മനുഷ്യ, ഇന്നലെ കോരി അരച്ച കിണറാ, പിന്നെ ഇതിനകത്ത് എങ്ങനെ വെള്ളം കാണാനാ? അതെ, വെള്ളം കൂടുതൽ ഉണ്ടായിരുന്നു, ഈ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് വെള്ളം ഉള്ളോണ്ട് ഇത്രയും കുഴപ്പം. അയ്യോ എടി, നീ കൂടെ ഒന്ന് കറങ്ങാതെ വല്ല ജോലിക്കും കൂലിക്കും പോടി. ഇത് ഭാര്യയായ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇല്ലയോ? അതെല്ലാം സ്ഥിരം പല്ലവിയല്ലേ, ഒരു മാറ്റം വേണ്ടേ? നോക്കിക്കൊണ്ടിരിക്കാതെ പോടി നീ. മര്യാദയ്ക്ക് വല്ല ജോലിക്ക് ഇറങ്ങി പോവാൻ നോക്ക്, ചെല്ല്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിന്റെ ആങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുക. നീ അവനെ വിളിച്ചിട്ട് സ്വത്തോ പണോ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തരാൻ പറ. അത് അനുഭവിക്കണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണെന്ന്. ഇത് ആഗ്രഹമല്ല, ഇത് അത്യാഗ്രഹമാ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ പെണ്ണുങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹമാ. അയാളുടെ കൂടെ മനസമാധാനമായിട്ട് ജീവിക്കണമെന്നുള്ളത് നമ്മുടെ അത്യാഗ്രഹമാ. നിങ്ങളെ കൂട്ട് അറിയാമോ? വലിയ അത്യാഗ്രഹമായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണം പറയാം. എടി, ഈ പെണ്ണുങ്ങൾ വാള് വെക്കുന്നത് അവർക്ക് വിശേഷം വരുമ്പോഴാണ്. പക്ഷേ നാട്ടിലെ എല്ലാ വിശേഷങ്ങളും ആണുങ്ങൾ പോയി വാള് വെക്കും. ഇത് ഈ ഫലിതം എങ്ങനെയുണ്ട് ബിന്ദു? ഇതാണ് പരിത ബിന്ദു. അതെ, നീ ഒരെണ്ണം പറഞ്ഞു, ഞാൻ ഒരെണ്ണം പറഞ്ഞു. അതിപ്പോ എന്താ? എടി, നീ ചെന്ന് അവന്റെ അടുത്ത് സ്വത്തോ പണോ വല്ലതും വാങ്ങ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ കല്യാണം ഇപ്പൊ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളായാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല. ഇവിടെ പോയി സ്വത്ത് പണം ചോദിക്കാൻ പറ. നിങ്ങൾക്ക് എന്തോ യോഗ്യതയുണ്ട് മനുഷ്യ? യോഗ്യതയോ? ഇതിനെക്കാലം സ്വത്തും പണവും വസ്തുവും തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നതാ എനിക്ക്. എന്നിട്ട് എന്ത്? അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി തോട്ടമൊക്കെ വിറ്റ്. അച്ഛനെന്താ പറ്റി? അച്ഛൻ അത് ചോദിക്കും. ഞങ്ങൾ അവിടെയാണെന്നുണ്ടെങ്കിൽ മാങ്ങാത്തോട്ടം, തേങ്ങാത്തോട്ടോ, തെങ്ങും തോട്ടം, അങ്ങനെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഈ കുരങ്ങന്റെ ശല്യമാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. ഈ കുരങ്ങന്മാരാണെങ്കിൽ അറിയാലോ, ഒരു ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര ശല്യം. ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഏറെ പടക്കം എടുത്ത് കുറെ എറിഞ്ഞു. എങ്ങനെ പൊട്ടാൻ? ജൂൺ മാസത്തിലെ മഴയത്ത് ഇങ്ങനെ എറിഞ്ഞത്. പക്ഷേ ഈ കുരങ്ങന്മാരിൽ ചിലത് ബുദ്ധിയുള്ള കുരങ്ങന്മാരുണ്ട്. ഇവരെല്ലാരും കൂടി ഇത് പറക്കി വെച്ച്, എന്നിട്ട് വേനൽ സമയത്ത് ഇതിനെ ഉണക്കി തിരിച്ചു പറക്കിയത്. മൂന്നാമത്തെ ഏറിൽ തന്നെ അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയ്യോ, അപ്പൊ ആ കുരങ്ങനെ പോലീസ് പിടിച്ചു കാണും. എന്തിന്? കൊലപാതക ശ്രമത്തിന്. എന്റെ പൊന്നു ദൈവമേ, നിങ്ങൾക്ക് മനസ്സിലായല്ല ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കണം. ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്റെ ഈശ്വരാ. ചേട്ടാ, നമ്മൾ എന്തിനീ പണത്തിനൊക്കെ അത്യാഗ്രഹം കാണിക്കുന്നേ? ഞാനും നിങ്ങളും മോനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഞാനും മോനും അടങ്ങുമെന്ന് പറഞ്ഞാ ഓക്കെ. നീ അടങ്ങുമെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരും വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ. ഒരു പൊടിക്ക് അടങ്ങണേ നീ. ഇവ ഉണക്ക് വേണ്ടിട്ട് പറഞ്ഞില്ലല്ലോ. എടാ, ചോണ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അകത്ത് കയറി കിടന്ന് ഉറങ്ങാനല്ലേ? എടാ ഇറങ്ങി വാടാ ചോണ. ഇന്നെന്താ തീരുമാനം ഉണ്ടാക്കൂടാ ഞാൻ. എന്തോത്തിന് കിടന്ന് വെല്ലുവിളിക്കുവോ? എന്റെ ചേട്ടൻ ഇപ്പൊ അവിടെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ആ ധൈര്യത്തിലല്ലേ ഇത്രയും ധൈര്യത്തോടെ ഞാൻ ഉറക്കം നിലവിളിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ തീർന്നേനെ അവൻ.
ആഹാ ആ. ആഹാ ഓ. രാവിലെ തുടങ്ങിയല്ലേ രണ്ടെണ്ണവും കൂടി? തുടങ്ങും. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? അതിപ്പോ ഞാൻ ഇവളും കൂടി ആ വീട്ടിലോട്ട് കയറി ഒന്ന് താമസിച്ചാലോ എന്നൊരു ആലോചന. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഏത് പള്ളിയാന്ന് പറയണ, ഞാൻ അവിടെ ചെന്ന് പറയാം. ഏത് പള്ളി പറയും? കാഞ്ഞിരപ്പള്ളി പോയി പറയണ. അവിടെ പോകാൻ പറ്റത്തില്ല. എന്താ? അത്രയും ദൂരം ഒരാളെ വണ്ടിക്കൂലി എന്റെ ഇല്ല. രണ്ടാ നക്കീടെ കൂടെയാണടി നീ ഇറങ്ങിപ്പോയത്. പള്ളിക്കട ഒന്ന് നിർത്താവോ? ഓടി പള്ളിക്കള്ളി. അയ്യോ, എന്നെ പള്ളിക്കള്ളി എന്ന് വിളിച്ച്. പിന്നെ വിളിക്കത്തില്ലേ പള്ളിക്കൂടത്തിൽ പോണെന്ന് പറഞ്ഞ് പോയിട്ട് യവന്റെ കൂടെ ഒളിച്ചോടി പോയി ഇവിടെ പള്ളിക്കള്ളി എന്നല്ല സത്യഭാമേന്ന് ഞാൻ വിളിക്കാടി. എങ്ങനെ പോകാതിരിക്കും? ആ. ഒരു പെങ്ങള് കൊച്ചു പൊര നിറഞ്ഞ് നിൽക്കുമ്പോ കെട്ടിച്ച് വിടണമെന്നുള്ള ബോധം വേണം. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ കാണാൻ കൊള്ളാന്നോ വന്ന് കെട്ടിക്കൊണ്ടുപോകും. മാന്യതയുള്ള പെണ്ണുങ്ങൾ പറയുന്ന മറുപടി. കുറെ നിറഞ്ഞു നിൽക്കുന്നെന്ന്. ഈ പപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്തോ ഒരു ആലോചന കൊണ്ടുവന്നു കെട്ടിച്ചു വിടാൻ വേണ്ടി. വൃത്തികെട്ടവൻ. സ്വന്തം അച്ഛന് വേണ്ടിട്ട് പെണ്ണാലോചിക്കുന്ന ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. അയ്യോ അതല്ല, പിന്നെ ഞാൻ ഇവിടെ സ്നേഹത്തിൽ പപ്പയെന്നാ വിളിക്കുന്ന. ഉസ്താദ് സിനിമ കണ്ടിട്ടില്ലേ? മോഹൻലാൽ ദിവ്യ ഉണ്ണി. ആരൊക്കെ? മോഹൻലാൽ ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണി പിന്നെ ഒന്ന് പിന്നെ എന്താ മോഹൻലാൽ ഒന്ന് ഇരുത്തി മേക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു സൈഡ് വാരം ഒരു മോഹൻലാൽ പിടിക്കായിരുന്നു. തന്നെ ഫൂ! എന്റെ പൊന്ന് ദിവ്യ ഉണ്ണി മോഹൻലാലിനോട് വല്ലതും തരാൻ പറ്റുമോന്ന് കേട്ട് നോക്ക്. നീയൊക്കെ പോകാൻ നോക്ക്, ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ. ചുമ്മാ ആദ്യം പറയല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. എന്തെങ്കിലും ഒരു തീരുമാനം ഇന്ന് ഉണ്ടാക്കണം. ഒരു തീരുമാനമില്ല. നയാ പൈസ ഈ വീട്ടിൽ നിന്ന് കിട്ടൂല. രണ്ടും കൂടി ആണെങ്കിൽ അങ്ങോട്ട് പോയി താമസിച്ചാൽ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പൊക്കോ. എന്ത് ചെയ്യാൻ പോവാ? ഇനി വന്നേ. എന്തിനാ പോവാ? എന്തെടുക്കാൻ പോവാ? വെള്ളം കോരണ്ടേ? വെള്ളം കോരണ്ടേ? വെള്ളം കോരണ്ട. ഇവിടുന്ന് വെള്ളം കോരാൻ പറ്റത്തില്ല. ഇത് എന്റെ കിണർ, എനിക്ക് വെള്ളം കോരിക്കൂടെ? കോരാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, വെള്ളം എടുക്കരുത്. എനിക്ക് വേണം. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണേ, വെള്ളം എടുക്കരുത്. എന്റെ ചേട്ടാ, ഇച്ചിരി വെള്ളം വലിയ കൊടുത്തു വിട്. ഇതെവിടെ കൊണ്ടുപോകണേ? എനിക്ക് കക്കൂസ് വരെ പോണം. ഇതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതുകൊണ്ട് പോയാൽ എന്തോ കുഴപ്പം? ഇതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈ വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയും ചെയ്യും. അതിനുശേഷം അവിടെ ഇരുന്ന് നല്ല രണ്ട് ബീഡി ഇളുത്ത് വലിക്കും. അപ്പൊ നാളത്തേക്ക് ബാത്റൂം വേണ്ടേ? നാളത്തേക്ക് ബാത്റൂം വേണ്ടേ? പിന്നെ ഞാൻ എന്തോ പറയും, ഇതുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന്. കുഴപ്പമില്ല, ഞാൻ എന്തായാലും വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കണം. ദൈവമേ, വീട് മൊത്തം ഈ പൊട്ടം കത്തിക്കുമല്ലോ ഈശ്വര. ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും. കയ്യും കാലും ഒക്കെ ഒന്ന് തുടച്ചിട്ട്. പെട്രോൾ ഡീസൽ പെട്രോൾ ഡീസൽ പെട്രോൾ. ഡീസൽ. അയ്യോ ദേവി, പെട്രോൾ പമ്പിലാണോ ഞാൻ നിൽക്കുന്നത്? അയ്യോ അതല്ല, ഇത് നല്ല പെട്രോളിന്റെ മണം. പെട്രോളിന്റെ മണം മണം. ഇന്നലെ കോരി ഇറച്ചതാണ്. ഇതിനെവിടെ ഇത്ര പെട്രോളിന്റെ മണം? അളിയ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്കും ചെറുതായിട്ട് മണം കിട്ടിയായിരുന്നു. ഇത് എടി, നിനക്ക് മനസ്സിലായില്ലേ? ഇത് മറ്റേ ആഭാസമാണ്. മനുഷ്യ പ്രതിഭാസം. അത് തന്നെ ആ സംഭവം. എടി, ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നളിയെ, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കൂലേ, അവിടെ ഇവിടെയൊക്കെ കിണറ്റിനകത്ത് പെട്രോൾ കണ്ടു, തോട്ടിനകത്ത് കണ്ടു, കുളത്തിനകത്ത് കണ്ടു, അങ്ങനെയൊക്കെ. അങ്ങനെ ചിലപ്പോ നമ്മളെ കിണറ്റിനകത്ത് ചിലപ്പം പെട്രോൾ. നമ്മുടെ കിണറ്റിൽ പെട്രോളോ? സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ എന്റെ കിണറ്റിൽ പെട്രോള്, എന്റെ കിണറ്റിൽ പെട്രോള്. ദൈവമേ, ഇത് വിറ്റ് ഞാൻ കോടീശ്വരനാവേ. എന്റെ കിണറ്റിൽ പെട്രോള്. ആരുടെ കിണറ്? ഇത് എന്റെ കിണറ്. എന്റെ കിണറ്. വല്ലവരെയും കൂടെ ഒളിച്ചടി പോയി. നിനക്കെങ്ങനെ കിണറ്? എടോ, പൂർവികരായിട്ട് ചെയ്ത ഏതോ പുണ്യകർമ്മത്തിന്റെ ഫലമായി എനിക്ക് ഈ നിധി കിട്ടിയത്. ഇത് എന്റെ പെട്രോളാ. ഇത് എനിക്ക് ഇത് എന്റെ പെട്രോൾ. ഈ പെട്രോൾ ഞാൻ വിൽക്കും. ഏതെങ്കിലും പമ്പ് ഞാൻ സമ്മതിക്കത്തില്ല. എടാ, ഇങ്ങോട്ട് നോക്കിയേ. ഭാരത് പെട്രോളിയം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതുപോലെ ഇനി ഞാൻ എന്റെ അച്ഛന്റെ പേരിട്ട് എന്തുവാ? രാഘവൻ പെട്രോളിയം. ആണോ? ഇത് എന്റെ പെട്രോളിയം. ഞാൻ അങ്ങനെയാണെങ്കിൽ നല്ലൊരു പമ്പ് തുടങ്ങിയിട്ട് തങ്കമ്മ പമ്പ് കടയെന്ന് തുടങ്ങും. തങ്കമ്മ ആരാ? വീട്ടിലെ ജോലിക്കാരി. അവരെ സ്മരിക്കാൻ ഇപ്പോഴൊരു അവസരം കിട്ടിയത്. ഞാൻ ഈ തീപ്പെട്ടി ഉറച്ച് ഇതിനകത്തിടാൻ പോവാ, കത്തിക്കാൻ പോവാ. കത്തിക്കില്ലേ? നമുക്ക് 5 പൈസ കിണറ് തരാം. നിന്ന് കത്തും. നിന്ന് കത്തട്ടെ. ഞാൻ കത്തിക്കും. ഞാൻ ഇത് ഡീല് വരാം. ആ 1,00,000 രൂപ. കത്തിക്ക് കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, 2,00,000 രൂപ. അവനെയും കൂടെ ചേർത്തിട്ട് കത്തിക്ക് കേട്ടോ. ഡീൽ എന്ത് ഡീലാ വേണ്ടത്? ഈ എന്ത് തരുമെന്ന് പറ. കിണർ എനിക്ക്, ആ തൊട്ടി നിങ്ങൾക്ക് ഇരിക്കട്ടെ. ഒരു വീട്ടിൽ 2 തൊട്ടി പറ്റത്തില്ല. അതേത് തൊട്ടി? കിണറ്റിൽ കിടക്കുന്ന ഈ തൊട്ടി പറ്റത്തില്ല. 5,00,000 രൂപ തരാം. 10 ലക്ഷം ഡീല് ചേട്ടാ, എന്തൊരു പരിപാടിയാ കാണിച്ചേ? മതി. അത് പോരെ. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം. എനിക്ക് നിങ്ങൾ ഇവക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലോ. വേണമെങ്കിൽ ഒരു 10,00,000 രൂപയും ഈ വീടിന്റെ പ്രമാണവും തരാം. ഓക്കെ, ആയിക്കോട്ടെ. ചുമ്മാ കിട്ടണല്ലേ? ആയിക്കോട്ടെ. ഡീലാണോ? ഡീൽ. ഓക്കെ ഡീൽ. മണ്ടന്മാരെ എത്ര കോടി എനിക്ക് കിട്ടും? എന്താ നിനക്ക് 10,00,000 രൂപ. നിങ്ങൾ എന്നെ മണ്ടത്തരോ കാണിച്ചേ? കോടികളുടെ മുതൽ ഇവിടെ കിടക്കുമ്പോ 10,00,000 രൂപയ്ക്ക് ആരടിയിൽ പറഞ്ഞേ? ഓടിയിൽ പുറത്ത് കിടത്താം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ വാങ്ങിച്ചോണ്ട് വെച്ചിരുന്ന 100 രൂപ പെട്രോൾ അതിനകത്ത് വീണത്. അല്ലാതെ ഇതിനകത്ത് പെട്രോൾ ഒന്നും ഇല്ല. പെട്രോൾ ഇല്ലേ? ഇല്ല. അപ്പൊ എന്റെ പൊന്നാങ്ങളെ നിങ്ങൾ ചതിച്ചു. ഇത് ദൈവമായിട്ട് അവന് കൊടുത്തതാ. നീ മിണ്ടാതെന്നോളാം. വരണം എന്റെ പൊന്നപ്പോ. കവിളിണയിൽ പെങ്ങളങ്ങ് ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് കേട്ടോ. അളിയനാണ്
പറ്റുവാണെങ്കിൽ അതിനെയും കാട്ടിന്ന പഴമെങ്കിലും തിന്നളിയാ. ഈശ്വരോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് തങ്ങ് പിടിച്ചോ. ചേകം വടിഞ്ഞൊഴുങ്ങണം. മാച്ച ഞാൻ വാങ്ങിക്കുന്നില്ലേ? പിടിച്ചോ. എന്തിനാളിയാ സങ്കടപ്പെടുന്നേ? സന്തോഷം കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ ഏറ്റവും കൂടുതൽ കരയേണ്ടത്. ഒരുപാട് കരയുമല്ലോ. എന്തുവായാലും പോയിട്ട് വാ. ഐശ്വര്യ ഇവിടെ നിന്ന് കറങ്ങണ്ട കേട്ടോ. വന്നേ കേട്ടോ. അത്യാവശ്യം അതിനകത്ത് എന്നുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് ബാക്കി കൂടെ വന്നോ കേട്ടോ. ദൈവമേ, എത്ര അളിയാ അളിയാ ഞങ്ങൾ പോട്ടെ അളിയാ. പൊക്കോളിയാ. ഞാൻ എങ്ങനെ പോകുന്നത്? അല്ല ഞങ്ങൾ കണ്ട ഞങ്ങൾ ആക്റ്റീവിൽ അങ്ങ് പോവാന്ന് വിചാരിച്ച്. വെറുതെ പോകണ്ടെന്നാ പമ്പിലൊന്നും കയറി ഓടിച്ചോ. വണ്ടി കേടാക്കാനാ? വണ്ടി കേടാക്കാൻ അല്ല, വണ്ടിയിൽ ഒരുപാട് പെട്രോൾ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതും കൂടെ കൊണ്ടൊഴിച്ച് വെറുതെ എന്തിനാ? കുഴപ്പമില്ല. ഇവിടെ ഇരിക്കട്ടെ അളിയാ. എടി വാടി, അവന് പ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നു. ഇപ്പോഴാണ് ഇതൊരു അവസരം. അല്ല ഹലോ ഹലോ അളിയാ. ആരടാ? അളിയാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് അല്ല, ഇത് പറഞ്ഞില്ലെങ്കിലേ ദൈവം കോപിക്കും. അതുകൊണ്ടാണേ. ആ കിണറ്റിനകത്ത് പെട്രോൾ ഇല്ല. പെട്രോൾ ഇല്ലേ? ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വെച്ചിരുന്ന ഒരു ബോട്ടിലിൽ ഇരുന്ന 100 രൂപ പെട്രോൾ അതിനകത്ത് വീണതാളിയാ. ആണോ? ഓ, അപ്പൊ അതുകൊണ്ടാണോ നീയൊക്കെ കൂടി എന്നെ കള്ളം പറഞ്ഞ് എന്റെ സ്വത്തെല്ലാം കൊണ്ടുപോയത്? നാളെ രാവിലെ ഒരു ബംഗാളിയെ വിളിച്ച് ആ കിണർ നല്ലവണ്ണം ഒന്ന് ഇറച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ശുദ്ധജലം കിട്ടും. ശുദ്ധജലോ? എന്തിനാടാ? ഇനിയുള്ള കാലം നിനക്ക് അതെങ്കിലും കുടിച്ച് ജീവിക്കാറാ പൊട്ടാ. വൃത്തികെട്ട അളിയാ.